ദാറ്റ് വൈറൽ ഐറ്റം പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈറലായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ആണ്. അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഉള്ളിൽ നല്ല കുനാഫയുടെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി സെറ്റ് സാധനം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ അരക്കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട്. ഞാൻ പിസ്തയുടെ പരിപ്പാട്ടോ എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. തോലോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ തോല് കളഞ്ഞിട്ട് എടുത്താൽ മതി. ഉപ്പില്ലാത്തത് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോട്ടെ. ഇതാ ഇപ്പോൾ പിസ്ത നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടും പലരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു പിസ്താഷ്യോ ബട്ടർ ആയിട്ട് കിട്ടിയാൽ മതി. ഇത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. പിസ്താഷ്യോ ബട്ടർ എന്ന് പറഞ്ഞിട്ട് ചെറിയ ജാറിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയാലും മതി. ഇത്ര പണിയെടുക്കണ്ട, പക്ഷേ നല്ല റേറ്റ് ഉണ്ട് അതിന്. നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനായിട്ട് കുനാഫയുടെ ഡോ വേണം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തിന്നായിട്ടുള്ള വെർമിസെല്ലി എടുത്താൽ മതി, സേമിയ. അപ്പോൾ ഇതും കുനാഫയ്ക്ക് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുനാഫയുടെ ഡോ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ, വളരെ കുറച്ച് മാത്രം മതിയാവും. നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക. കുനാഫയുടെ ഡോ ആണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് ബട്ടർ മെൽറ്റായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ടെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പിസ്താഷ്യോ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ മെല്ലോയുടെ മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റിനേക്കാളും ടേസ്റ്റി ആയിട്ടുണ്ടാവുക മിൽക്ക് ചോക്ലേറ്റ് ആയിരിക്കും. ഇനി ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡയറി മിൽക്ക് എടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 500 ഗ്രാമിൻ്റെ പാക്കിൽ 4 ബ്ലോക്കായിട്ടാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഒരു ബ്ലോക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് അതിന് മേലെ വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് ചൂടാക്കിയിട്ടെടുക്കുന്നത്. ഞാനിവിടെ സിലിക്കണിൻ്റെ ഒരു ചോക്ലേറ്റ് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും എന്തെങ്കിലും ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലൊക്കെയുള്ള കവർ ഉണ്ടാവില്ലേ, ചെറിയ ബാൾസായിട്ട് അടുക്കി വെക്കുന്ന കവർ ഉണ്ടല്ലോ, അതിലൊക്കെ ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ സിലിക്കണിൻ്റെ മോൾഡ് ആകുമ്പോൾ ഇളക്കിയെടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ഇനി ഞാൻ ഒരു 2 സ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ തിക്കായി പോകാണ്ടിരിക്കാൻ ചൂടുവെള്ളത്തിന് മുകളിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ചോക്ലേറ്റ് മെൽട്ടാക്കി എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ വെള്ളമൊന്നും ആവാതെ ശ്രദ്ധിക്കുക. ഒരു തുള്ളി വെള്ളം ആയി കഴിഞ്ഞാൽ ചോക്ലേറ്റ് കറക്റ്റ് ടെക്സ്ചറിലാവില്ല കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ ഒരു ലെയറാക്കിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല ഷേപ്പിൽ ആക്കി കൊടുക്കാം.
ബാക്കിയുള്ള മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും നല്ല കറക്റ്റായിട്ട് ഷേപ്പിൽ കിട്ടുന്ന വിധത്തിൽ തന്നെ സ്പാച്ചില വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. നമ്മുടെ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഇവിടെ ഡിമോൾഡ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു വൈറൽ ഐറ്റം കൂടിയല്ല, അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, കാണാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.